ഒറ്റ മൈൻഡ്. പൈസ ഇല്ലാത്തവർ നടന്നു പോകും. നിങ്ങൾ അബുദാബിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ വന്ന് കാണണം കേട്ടോ. ഇതൊക്കെ വെൽക്കം ടു മൈ ചാനൽ ട്രാവലിംഗ് മാന്ത്രികൻ. കണ്ടതും കേട്ടതും മനോഹരമെങ്കിൽ കാണാൻ പോകുന്നത് അതിമനോഹരമായിരിക്കും. അങ്ങനെ പറഞ്ഞ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ അബുദാബിയുടെ ഏറ്റവും സെൻട്രായ നഗരത്തിലാണ്. ശരിക്കും പറയുന്നത് പാർട്ട് 1 ആണ്. അപ്പോൾ ആദ്യം തൊട്ട് വീഡിയോ കണ്ടിട്ട് വരിക. ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്ബടിച്ചിടുക. പാർട്ട് 2 ലോഡിംഗ് ആണ്, കണ്ടു തീർക്കുക. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വിസിറ്റിംഗ് വിസ വരുന്നവർക്ക്, അല്ലെങ്കിൽ മിഷൻ വിസ വരുന്നവർക്ക്, അല്ലെങ്കിൽ 2 വർഷത്തിന് വരുന്നവർക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ സമ്പത്തിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. ചെറുക്കാൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ ഗൈസ്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ സഡനായിട്ടൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ അബുദാബിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ മൈൻഡ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യുബിളായിട്ടുള്ള ഒരു തീരുമാനം. അങ്ങനെ സഡനായിട്ട് ഞങ്ങൾ തീരുമാനിച്ച് 8 മണിക്ക് ഇവിടുന്ന് നമ്മുടെ വണ്ടിയുണ്ട്. വണ്ടി നമ്മുടെ കമ്പനിയുടെ വണ്ടിയൊന്നുമല്ല, ടാക്സി. അങ്ങനെ ഷെയർ ടാക്സി പിടിച്ച് നമ്മൾ നേരെ അബുദാബിക്ക് പോവാണ്. കാരണം ഇവന് നാളെയോ മറ്റന്നാളോ റിലീസാവും. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പോകും. സോ അതുകൊണ്ട് ഇവൻ പറഞ്ഞു വണ്ടി വന്നോട്ടിരുന്ന ഒറ്റ വൈകിൽ അങ്ങ് വിട്ടാലോന്ന്. പിന്നെ നോക്കിയില്ല, റൂമിൽ വന്ന് ഫുഡ് കഴിച്ച് റെഡിയായി 10 മിനിറ്റ് റെഡി ഞങ്ങൾ പോവുകയാണ്. ഇന്ന് വേണ്ട നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന തന്നെ സംശയമാണ്. എങ്കിലും ഇവിടെ വന്നിട്ട് അബുദാബി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാതെ പോകുന്നത് എങ്ങനെയാണെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു. ഒറ്റ മൈൻഡ്. അപ്പോൾ നമുക്ക് വണ്ടി ചെന്ന് ബാക്കിയാണ്. ഫോണിൽ ചാർജ് ഇല്ല, അതുകൊണ്ട് തന്നെ എത്രത്തോളം വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും പറ്റുന്നതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ മൊത്തമായിട്ടൊന്ന് കണ്ട് സബ്ബടിച്ചിട്ടേക്ക്. അതെ, അങ്ങനെ വേണ്ട. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേന് ഫ്രണ്ടിൽ കണ്ട കാഴ്ച ചെറുക്കിന് വയ്യാതായി. എന്ത് പറ്റി? ഓക്കെ, ഞങ്ങളത് അബുദാബി വരെ പോയിട്ടില്ല. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു കൈസ്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ച് രണ്ട് പോകുന്നു. നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. കറക്റ്റായിട്ടാണ് നമ്മൾ വന്നത്. സമയം പക്ക. അതാണ് നമ്മുടെ ടാക്സി. ഓ, അപ്പോൾ എന്തായാലും നമുക്ക് ടാക്സി കയറി പെട്ടെന്ന് തന്നെ പോവാം. ആടാ 6035. അങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഷെയർ ടാക്സി. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് അങ്ങനെയുള്ള കയറിയിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അബുദാബി ചെന്നിട്ട് കാണാം. ഞങ്ങൾ കുറച്ച് ദൂരം പെണ്ണിട്ടിക്കൊണ്ട് വന്നപ്പോൾ ചെറുതായിട്ട് നമുക്ക് വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി പമ്പിൽ നിർത്തിയിട്ടേക്കാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അപ്പോൾ ഷെയർ ടാക്സി ഞങ്ങളുടെ ഇപ്പോൾ പ്ലാൻ ഇവിടെ നേരെ ദുബായിക്ക് വിട്ടാലോ എന്ന് ചെറിയൊരു ആലോചനയുണ്ട്. അപ്പോൾ നമ്മുടെ ഋഷിയൊക്കെ കോൺടാക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ബൈ ചാൻസ് ഞങ്ങൾക്ക് നൈറ്റ് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് നേരെ ദുബായി പോയി ബുർജ് ഖലീഫയൊക്കെ കണ്ടിട്ട് വരത്തുള്ളൂ. എന്നെ പോലെ തന്നെയാണ് ഇവർ. ഒറ്റ മൈൻഡാണ്. പോകണം തീരുമാനിച്ച് കഴിഞ്ഞാൽ പോകണം. കൂടുതൽ കഴിഞ്ഞാൽ നടക്കത്തില്ല സംഭവം, കാര്യമായിട്ട് പറയാം. സോ ഞങ്ങളിങ്ങനെ ദുബായിക്ക് പോകണമെന്നുള്ള പ്ലാനിങ്ങിലാണ്. പറ്റുവാണെങ്കിൽ ദുബായിക്ക് പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരും. ഓക്കെ, അങ്ങനെ വീണ്ടും നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് ഇതാണ് ശരിക്കും ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ അബുദാബിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് മെയിൻ പ്ലാൻ നമ്മൾ അബുദാബി എക്സ്പ്ലോർ ചെയ്യുക എന്നാണ്. കഴിച്ചങ്ങനെ നമ്മൾ വണ്ടി മാറി കയറിയിട്ട് ഇവിടെ ഒരു പള്ളിയുണ്ട്, കാണാൻ അടിപൊളിയാണ്. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി മാറി. ഇത് വേറെ ഡ്രൈവറാണ്. ഇതാരാ ഇവിടെ ഇറങ്ങുന്നേ? ഇവിടെ നേരെ നോക്കുമ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടോ, മുഹമ്മദ് NCR സിറ്റി. അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് ആ ഒരു പള്ളി ഉള്ളത്. ആ പള്ളി കാണാനാണ് ഞങ്ങളിപ്പോൾ വണ്ടി മാറി കയറി പൊക്കോണ്ടിരിക്കുന്നത്. ഞാനും സന്ദർഭം ചെന്നിട്ട് അവിടെ അടിപൊളി കാഴ്ചകളാണ്. എന്തായാലും നമ്മളിവിടെ വന്നു നമ്മൾ എക്സ്പ്ലോർ ചെയ്യില്ല. വാഹിദ് ബ്രോ ആണ് നമ്മുടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ വാഹിദ് ബ്രോ ആണ് നമ്മളെ ഇവിടുന്ന് വണ്ടിയെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. വാഹിദ് ബ്രോ കൈസേ? അതാണ്, പിന്നെ അല്ല. നമ്മള് വീഡിയോ തയ്യാറാക്കി സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് പുള്ളി പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടുത്തെ മെയിൻ പള്ളിയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. നമ്മൾ വഴി പോകുമ്പോൾ ഒരു ഹായ് പറഞ്ഞാലും നമ്മുടെ ഫ്രണ്ടാണ് അയാൾ. അതാണ് നമ്മുടെ ഒരു പോളിസി. ഏത് അവിടെ കാണുന്നില്ലേ, അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണെന്ന് പറയാം. ഒരു രക്ഷയില്ല. ഇതൊക്കെ കാണാൻ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി തിരിച്ചു പോയിരുന്നത് മിസ്സായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടിട്ട് നമ്മൾ പോകുന്നുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടേക്കാണ് നമ്മൾ വന്നത്. കണ്ടോ, എന്ത് അടിപൊളിയാ നോക്കി. ഒരു രക്ഷയില്ലല്ലേ. പൊന്നളിയാ, എന്ത് അടിപൊളിയാടാ ഇത് കാണാൻ. ഒരു രക്ഷയില്ല കേട്ടോ. അബുദാബിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ വന്ന് കാണുക, കണ്ടിട്ടില്ലെങ്കിൽ. ഇതൊക്കെ അല്ലേ കാണേണ്ടത് ശരിക്കും. ഓക്കെ, ഡ്രൈവർ ബ്രോ പറയുന്നത് ഇതിൻ്റെ താഴെയും മുകളിലുമായിട്ട് മൊത്തം മാർക്കറ്റിൻ്റെ എന്തോ സെറ്റപ്പ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കാം. നമ്മളിങ്ങനെ
അവിടേക്ക് എത്താറായിരിക്കുന്നു ഗൈസ്. ഇതാണ് ഇവിടുത്തെ എൻട്രി. നമ്മൾ എൻട്രിയിലേക്ക് കയറുകയാണ്. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ അവസാനം ഇവിടെ എത്തിയിരിക്കുന്നു. കണ്ടോ, അടിപൊളി വ്യൂ, രക്ഷയില്ല. ഇവിടെ ബസ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ബസ്സിനെ കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നത്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പൊക്കെ എന്ത് അടിപൊളിയാന്ന് നോക്കി. ഇതിൻ്റെ അകത്താണ് ബസ് സ്റ്റോപ്പ്. ഇതിൻ്റെ അകത്ത് കയറി റെസ്റ്റ് എടുക്കാം. പക്ഷേ നമുക്ക് പോയാൽ പോരെ, കയറണോ? ആ കൊള്ളാം, അടിപൊളി സെറ്റപ്പ്. കൊള്ളാം ബസ് സ്റ്റോപ്പ്. ഇവിടെ മോനെ കീഴിലെ സെറ്റപ്പ്, ഒരു രക്ഷയില്ല. കുറച്ച് 5 മിനിറ്റ് നമുക്ക് ഇരുന്നിട്ടോ. ഏത് അമ്മച്ചി, നമുക്കടാ അടിപൊളി സെറ്റപ്പാണ്. ഇവിടെ 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാടാ. കീഴിലെ ഫ്രെയിമാടാ, എന്തൊരു ഫ്രെയിമാടാ. നിക്കട അവിടെ നിന്നാടാ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിടിലം വ്യൂ. ഇതുപോലെ ഞങ്ങൾ സഡനായിട്ട് പ്ലാൻ ചെയ്ത് വന്നതാണ്. ഒറ്റ മൈൻഡ്, ഒറ്റ ട്രിപ്പ്. ശരിക്കും പറഞ്ഞാൽ 12 മണിക്കൂറത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട് വരുന്ന വഴിക്ക് വണ്ടിയിൽ ഒരു 10 മിനിറ്റ് ഉറങ്ങിയപ്പോൾ പെട്ടെന്നെന്തോ സൂര്യോദയം ഉണ്ടായ പോലെ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് അബുദാബിക്ക് പോകാമെന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡിൽ ഞാനും പറഞ്ഞു എന്നാൽ ശരി പോയേക്കാന്ന്. കൂടുതൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല, ഞങ്ങൾക്ക് 2 പേർക്ക് അറിയാം. സോ ഞങ്ങൾ അങ്ങനെ അബുദാബിയിൽ എത്തിയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനിയും കാണണ്ട ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞുണ്ടല്ലോ, വേറെ ലെവൽ കണ്ടോ. എന്തോ അടിപൊളി വ്യൂ, ഒരു രക്ഷയിലുണ്ടോ. പൂവൊക്കെ നട്ട് പിടിപ്പിച്ച് രക്ഷയില്ല. അങ്ങനെ നടക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വഴി അറിയത്തില്ല. എങ്ങോട്ടാ പോകേണ്ടത്, എങ്ങനെ പോകേണ്ടത്, സത്യമായിട്ട് വഴി അറിയത്തില്ല. ഇവിടെ ബസ് സ്റ്റോപ്പ് ഒക്കെ വണ്ടി എടുത്ത് പുള്ളി നമുക്ക് അടിച്ച് കഴിച്ച്. ഇതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ സമ്പത്തിന് വഴി അറിയാന്നുള്ള രീതിയിൽ സമ്പത്തിനെ ഞാൻ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. പനമരം, പനയുടെ കൊലയൊക്കെ കിടക്കുന്നു. ഈന്തപ്പഴമല്ലടാ, ഈന്തപ്പഴമൊക്കെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ നടന്ന് കയറാൻ പോവാണ് സംഭവത്തോട് കാണാനായിട്ട്. അറബിയൊക്കെ അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വായിക്കാൻ അറിയാത്തോണ്ട് പിന്നെ പേടിക്കണ്ട. പച്ച നെറ്റൊക്കെ കൊടുത്ത് അത് അടിപൊളിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിനോട് ചോദിച്ചാണ് സമ്പത്ത് വഴി പറയുന്നത്. ഓക്കെ, നമ്മൾ സെൽഫി എടുക്കാനായിട്ട് ചോദിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ പുള്ളിയാണ് നമുക്ക് വഴിയെല്ലാം പറഞ്ഞത്. അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോ താങ്ക് യു. ഓക്കെ, നമുക്ക് നേരെ വഴി പറഞ്ഞു തന്നിടത്തോട്ട് പോകാം. ഓക്കെ ഇവിടെ വീഡിയോ അലൗഡ് അല്ല. സോ നമ്മൾ വീഡിയോ അലൗഡ് അല്ലേ? ഓക്കെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും. എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറയാൻ പറ്റത്തില്ല. സോ നമ്മൾ ഇവിടെ കട്ട് ചെയ്യാം. ഇവിടേക്ക് പോകാനായിട്ട് ഇതിൻ്റെ ഈ ഗ്ലോബ് കണ്ടോ, അതിൻ്റെ ഇൻസൈഡ് വഴിയാണ് നമ്മളകത്തേക്ക് പോകേണ്ടത്. സോ നമുക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. വോയിസ് ഓവർ കൊടുക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്. ഗൈസ്, അങ്ങനെ നമ്മൾ താഴെ വന്നപ്പോഴാണ് അവർ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഒരു മാർക്കറ്റാണ്, ഷോപ്പിംഗ് മാർക്കറ്റ്. നല്ല ഗ്രാൻഡായിട്ടുള്ള സംഭവങ്ങളാണ്. കാരണം സമ്പത്തിന് നമ്മളിവിടെ നിർത്തിയിട്ടാണ് പോയത്. ചെറുക്കൻ എന്തോ കാര്യമായിട്ടുള്ള വീക്ഷണത്തിലാണ്. എന്താ സംഭവം നോക്കാം. സമ്പത്തെ, നമ്മൾ വന്നില്ലായിരുന്നത് ശരിക്കും നമുക്ക് മിസ്സായി പോകാനല്ലേ? 100%. നേരെ നമുക്ക് പോവാം. ഗൈസ്, ഇതാണ് ഇവിടുത്തെ അതിൻ്റെ മൊത്തത്തിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടോ. എന്ത് അടിപൊളിയാന്ന് നോക്കി. ഇവിടെ ഭയങ്കര സെറ്റപ്പ് തന്നെ. ഞങ്ങൾ 2 പേരും ഇവിടെ തന്നെ. എന്ത് അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി. ഇതെന്താ സംഭവം എന്നറിയില്ല, പക്ഷെ കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഭയങ്കര രസം, അടിപൊളിയാണ് ഇതിൻ്റെ അകമൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളും എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി ഗൈസ്. ഇതുവഴിയാണ് വഴി. അങ്ങനെ കുറേ ക്യൂ നിന്ന് പല സെക്ഷനായിട്ട് തിരിഞ്ഞാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൻ്റെ ബോട്ടിലും പിടിച്ച് നമ്മുടെ സമ്പത്ത്. ഇതിൻ്റെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ലൊക്കേഷനിലോട്ട് എത്തി കേട്ടോ. ഇവിടെ നേരെ കയറി പോകണം ഇനി. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് അവിടേക്ക്. നല്ല അടിപൊളിയാണ് കേട്ടോ ആംബിയൻസ് ഒക്കെ. നല്ല അടിപൊളി ആംബിയൻസ്. വന്നില്ലേ ശരിക്കും മിസ്സായാലും ഗൈസ്. നിങ്ങൾ ഒരിടത്ത് പോയി കഴിഞ്ഞാൽ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. മോസ്കിലേക്ക് പോകാൻ
കാറുണ്ട്, എയർ കണ്ടീഷണർ ആയിട്ടുള്ള കാറുണ്ട്, പല റേറ്റുണ്ട്. നമ്മൾ സാമ്പത്തികപരമായി നമ്മൾ നടന്നു പോകുന്നു. അതെ, എനിക്ക് പറ്റിയ ഇതുപോലെ ഒറ്റമായിട്ടുള്ള സുഹൃത്തുണ്ടെങ്കിൽ അവർ ഈ വീഡിയോ അയച്ചു കൊടുക്കുക, നിങ്ങൾ ട്രാവൽ ചെയ്യുക. അത്ര അങ്ങനെ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. വേറൊന്നും കൊണ്ടല്ല, അതിൽ ഞാൻ ഇപ്പോഴെങ്കിലും നമ്മൾ അവിടെ ചെല്ലത്തില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. പൈസ ഉള്ളവൻ കാറിൽ പോവും, പൈസ ഇല്ലാത്തവൻ നടന്നു പോവും. കണ്ടോ, അതാണ് നമ്മുടെ അവസ്ഥ. ഇങ്ങനെ നമ്മൾ കയറി ചെല്ലുന്നതാണ് നമ്മുടെ കാണാനുള്ള ലൊക്കേഷൻ. സമ്പത്താണ് നമ്മളെ മുന്നിൽ നിന്ന് അയച്ചുകൊണ്ടിരിക്കുന്നത്. എത്തിയിരിക്കുന്നു. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ അവിടെ ഒരു കുളത്തിൽ കയറി, ഇവിടെ ഒരു സ്ഥലത്ത് വന്നിറങ്ങി. ഇതാണ് മോനെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇത് അത്ഭുതമാണ്. അത്രയ്ക്ക് അടിപൊളിയാണ്. ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അത് എക്സ്പ്ലോർ ചെയ്ത് ഇതുപോലെ മൊത്തം കണ്ടിട്ട് വേണം പോകാൻ. എൻ്റെ പൊന്നളിയാ, നിങ്ങൾ ഈ വ്യൂ നോക്കിയേ. ഇത് ശരിക്കും ഞങ്ങളിന്ന് വന്നില്ലായിരുന്നു, ശരിക്കും ഞങ്ങൾക്ക് മിസ്സായിപ്പോനെ. കണ്ട എന്ത് അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടിട്ട് വേണം പോകാൻ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്തെ റോഡ് വഴിയാണ് നമ്മൾ മുമ്പേ ക്രോസ് ചെയ്ത് പോയത്. ഇപ്പം നമ്മൾ നേരെ നിൽക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലാണ്. ഏടാ, നിങ്ങൾ അബുദാബിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ വന്ന് കാണണം കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളിലേക്ക് വേണ്ടി വന്നിട്ട് ഞങ്ങളുടെ വർക്ക് തീരാറായ സമയത്ത് ഞങ്ങൾക്ക് ഒരു ദിവസം ഫ്രീ കിട്ടിയപ്പോൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെ ഇത്രയും നാളായിട്ടുണ്ടായിട്ട് നിങ്ങളിത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു നഷ്ടമാണ്. കാരണം ആ ഒരു വ്യൂ ഈ ഒരു സമയത്ത് കണ്ടു കഴിഞ്ഞാൽ വണ്ടർഫുൾ, അത്ര തന്നെ. കണ്ടോ, ഇത് ഇച്ചൂടൊന്ന് വൈഡാക്കി നോക്കിയാലോ. കണ്ട ഇപ്പം എങ്ങനെയുണ്ട് ഇത്, കണ്ട എന്ത് അടിപൊളിയാണ് ഈ ഒരു വ്യൂ. കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടൊക്കെ അലങ്കരിച്ചേക്കുന്ന ഇതുപോലുള്ള കളറായിട്ടുള്ള നല്ല പൂക്കൾ വെച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ താജ്മഹലിൽ പോയിട്ടില്ല, പക്ഷേ അതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവിടെയും നമ്മൾ പോകും, അതോർത്ത് പേടിക്കണ്ട കേട്ടോ. സമ്പത്ത് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റോറി ഇടാനുള്ള അത്ര പാടാണ്. നമുക്കിവിടെ നെറ്റൊന്നുമില്ല, എങ്കിലും നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റോറി ഇടും നെറ്റ് വരുന്ന സമയത്ത്. നെറ്റ് സെൻറ്ററിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ. എത്ര അടിപൊളിയാണെന്ന് നോക്കി, നല്ല സൂപ്പർ വ്യൂ. ആരും ഇല്ലാതെ നേരെ ഇനി നടന്ന് നമുക്ക് നേരെ ഇതാ തൊഴിൽ നടന്നു പോകാം. നേരെ ഇതിൽ നടന്നങ്ങ് കയറിപ്പോവാം. പിക്ക് എടുത്തില്ല അത് കുഴപ്പമില്ല, നമുക്ക് നേരെ നടന്ന് കയറിപ്പോവാം. ശരിക്കും പറഞ്ഞത് ഇതിൻ്റെ ഓരോ വ്യൂവും അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. ആഹാ, നമ്മൾ നേരെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. അകത്ത് കയറി ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. എന്തായാലും സംഭവം കൊള്ളാം, ഒരു രക്ഷയില്ല. ഇത് ചെയ്തവൻ അപാരം കഴിവ് തന്നെ. ഓ എടാ മോനെ, പക്ഷെ ഇത് ശരിക്കും വെട്ടം കാണണമെങ്കിൽ നമ്മൾ അകത്ത് ചെല്ലണം. കാലം കാത്തുവെച്ച സന്തോഷമായ നിമിഷങ്ങളിൽ കൂട്ടിച്ചേർക്കുവാനായി ഒന്നുകൂടെ അബുദാബി വന്നിട്ട് ഒന്നും എക്സ്പ്ലോർ ചെയ്തില്ല എന്നുള്ള പരാതി അങ്ങ് മാറത്തില്ലേ. പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. പാർട്ട് 2വിനായി വീഡിയോ ഇപ്പോഴേ ഒന്ന് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് അടിച്ചിട്ടോ അബുദാബിയിലുള്ള നിങ്ങളുടെ ഫ്രണ്ടിന് വീഡിയോ ഷെയർ ചെയ്തോ. ഓക്കെ, ബൈ ഗൈസ്.